പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 24-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ പിതാവ് ഒരുക്കി തന്ന കൃപകൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവൻ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ പറയാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും ചേർന്ന് അല്പസമയം കൂടെ കർത്താവിന് നന്ദി പറ. കർത്താവ് ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്താട്ടെ, കർത്താവ് നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്താട്ടെ, കർത്താവ് പരിപാലിച്ച വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്താട്ടെ, കർത്താവിൻ്റെ ആ വലിയ പരിപാലനത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 9-ാം സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, ദാവീദിന്റെ സങ്കീർത്തനമാണ്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, അങ്ങനെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. അപ്പോൾ കർത്താവിനെ എങ്ങനെ സ്തുതിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം. അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? വർണ്ണിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഈ രാവിലെ കർത്താവിനെ സ്തോത്രം പറയുമ്പോൾ അതും ഇതും ചിന്തിച്ചോണ്ട് സ്തോത്രം പറയല്ലേ, മറ്റു പലതും നോക്കിക്കൊണ്ട് കർത്താവിന് സ്തോത്രം പറയല്ലേ. ഏകാഗ്ര ഹൃദയത്തോടെ ആമേൻ കർത്താവ് ചെയ്ത നന്മകളെ മാത്രം ഓർത്ത് കർത്താവിന് സ്തോത്രം പറയണം. ഞാൻ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായുള്ളവേ ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുക, ഞാൻ സംഗീതക്കാരൻ പറയും, ഞാൻ അങ്ങിൽ എന്ത് ചെയ്യും? സന്തോഷിച്ച് ഉല്ലസിക്കും. നമുക്ക് ഉല്ലസിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രം. അത്യുന്നതനായുള്ളവേ ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. ഇനി 4-ാം ഭാഗം: അങ്ങന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, അങ്ങ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. അങ്ങ് കർത്താവ് എന്ത് ചെയ്തു? അവൻ നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീതിയോടെ വിധിച്ചുകൊണ്ട് കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്ര സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുക. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കർത്താവിനെ നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ അവൻ അതിന്മേൽ അത്ഭുതം നടക്കുമെന്നാണ് പറഞ്ഞു. അപ്പം നമ്മൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക. അവൻ എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, രാത്രി നല്ല ഉറക്കം തന്നു, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലവും അത്ഭുതകരമായി ഞങ്ങളെ അങ്ങ് സൂക്ഷിക്കുന്നതോർത്ത് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ മക്കളെ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് അവരെ മറയ്ക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. രോഗദുഃഖങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഇവരെവിടെയായിരിക്കുന്നു അവിടെ ഒരു അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവ് ഇവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങ് കൊടുക്കുന്ന ആശ്വാസത്തെക്കുറിച്ച്, അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. ഏതു രോഗമാണെങ്കിലും എല്ലാ രോഗത്തിനും നല്ല വൈദ്യനങ്ങ. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് ഈ മീറ്റിങ്ങിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. കർത്താവ് കൊടുക്കുന്ന പൂർണ്ണ സൗഖ്യത്തിനായിട്ട്, ആരോഗ്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ലല്ലോ. അങ്ങ് വിടുതൽ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയുടെ കൃപ അവരുടെ മേൽ പകർന്നിരിക്കുന്നതിനായിട്ട് സ്വന്തം നട്ടലിൻ്റെ അവിടുന്ന് കാലിൻ്റെ പുറകിലൂടെ താഴോട്ട് വേദനയും പെരുപ്പുമായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക.
പൂർണ്ണ ആരോഗ്യം വരട്ടെ. ആ നട്ടല് ആമേൻ പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യട്ടെ. ആ ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. അതുപോലെ ജോലി വിഷയത്തിൽ കർത്താവെ, കടഭാരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയും കർത്താവ് വിടുവിക്കണം, അവർക്ക് ആശ്വാസം കൊടുക്കണം. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഈ പകൽക്കാലം കർത്താവ് കൺമണി പോലെ സൂക്ഷിക്കുന്നതിന് ഒരിക്കലൂടെ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി ദൈവകൃപയിൽ വളർന്ന് ദൈവരാജ്യത്തെ പ്രയോജനപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൽക്കാലം ജയം കൊടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് ഒരിക്കലൂടെ നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ആമേൻ യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43:43 അതിനകത്ത് ഇങ്ങനെ പറയുന്നത്: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. സൂപ്പർ നാച്ചുറലായ പ്രൊട്ടക്ഷനാണ് ഇവിടെ കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവ് പറയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണോ ഈ വചനം ഒന്ന് ധ്യാനിച്ച്. ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കുവാനോ, ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ നശിപ്പിച്ച് കളയുവാനോ, ക്ഷീണിപ്പിച്ച് കളയുവാനോ, നിങ്ങളുടെ ജീവിതത്തിലെ നന്മയെ തടയുവാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അനർത്ഥം വരുത്താനോ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, സമാധാനമായിട്ടിരിക്കെ, സ്വസ്ഥമായിട്ടിരിക്കെ, സന്തോഷമായിട്ടിരിക്കെ. ഏത് പ്രയാസത്തിൻ്റെ നടുവിലും, ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നമ്മളെ കാക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര കഠിന ശോധനയുടെ നടുവിലാണെങ്കിലും, എത്ര പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും ധൈര്യമായിട്ടിരുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതറിയാമോ? ഒന്ന്, ഇങ്ങനെ അതിൻ്റെ 1-ാം വാക്യം പറയുന്നത്: ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. അപ്പം എന്നെ സൃഷ്ടിച്ച ദൈവമാണ്, എന്നെ എൻ്റെ ക്രിയേറ്ററാണ് അവൻ എന്നെ ക്രിയേറ്റ് ചെയ്തവൻ. ഹല്ലേലൂയ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞുണ്ടാക്കിയ ദൈവം. അപ്പം എന്നെ നിർമ്മിച്ചവൻ, എന്നെ മെടഞ്ഞുണ്ടാക്കിയവൻ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ എന്നെ കണ്ട ദൈവമാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവം. ഓൾറെഡി അവൻ്റെ കൈകൾ കൊണ്ട് എന്നെ മെടഞ്ഞുണ്ടാക്കിയ. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്: അങ്ങ് ഭയങ്കരവും അത്ഭുതകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഒന്ന്, അവൻ നമ്മളെ കൈവിടാതെ അഗ്നിയിലൂടെ പോയാലും വെള്ളത്തിൽ കൂടെ പോയാലും നമ്മൾ കൈവിടപ്പെട്ടു പോകാതിരിക്കുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് കർത്താവ് നമ്മളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അവൻ നമ്മളെ നിർമ്മിച്ചത്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ കണ്ടതാണ്. നമ്മൾ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ച് അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മളെ കർത്താവ് ആക്കി വെച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പം സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവൻ നമ്മളെ വീണ്ടെടുത്തു. ഇന്ന് പ്രഭാതി ഒന്ന് മനസ്സിലാക്കിക്കുക, എന്നെയും നിങ്ങളെയും കർത്താവ് പേർ ചൊല്ലി വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുക: ആമേൻ, യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാണ്. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തിൽ നിന്നും വിടുവിക്കുന്നു, ഏത് പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കുന്നു, ഏത് പ്രയാസത്തിന് നടുവിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നവൻ്റെ പേരാണ് രക്ഷകൻ. അപ്പം ഇന്ന് പകൽക്കാലം നമ്മളെ നിർമ്മിച്ച ദൈവം, നമ്മളെ വീണ്ടെടുത്ത ദൈവം, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഭയങ്കരവും അതിശയകരവുമായി നിർമ്മിച്ച് ആക്കിയ ദൈവം, നമ്മളെ വീണ്ടെടുത്ത ദൈവം, ഈ കർത്താവ് നമ്മളോടുള്ള സ്നേഹം ഓർത്തു നോക്കിയേ. അതുകൊണ്ടാണ് പറയുന്നത്, വെള്ളത്തിൽ കൂടെ കടന്നാൽ വെള്ളം മൂടുകയില്ല, തീയിലൂടെ കടന്നാൽ തീ വെന്തുപോകുകയില്ല. കാരണം കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏത് പ്രശ്നത്തിലായിക്കോട്ടെ, ഏത് പ്രയാസത്തിലായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് നമ്മളെ കയ്യിൽ വഹിച്ചിരിക്കുക. നെഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞു: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പോൾ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ നമ്മുടെ ശരണവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രയാസത്തിലും, ഒരു പ്രതിസന്ധിക്കും, ഒരു പ്രശ്നത്തിനും നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും, ഏത് പ്രയാസത്തിന്റെ നടുവിലാണെങ്കിലും, ഏത് പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും ഉറക്കെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു: എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ നിർമ്മിച്ചവൻ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചവൻ
എന്നെ കൈവിടുകയില്ല. എന്നോട് പറയുന്നു, വെള്ളത്തിൽ കൂടെ പോയാലും അവൻ തീയിൽ കൂടെ പോയാലും അതൊന്നും എന്നെ ബാധിക്കത്തില്ല. അവൻ ഒരനർത്ഥവും എനിക്ക് ഭവിക്കാൻ, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുത്ത് വരുവാൻ സമ്മതിക്കത്തില്ല. എൻ്റെ സകല വഴികളിലും സൂക്ഷിപ്പാൻ എൻ്റെ പിതാവ് തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ടി അത്രമാത്രം വില മുടക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ നിർമ്മിച്ചത്, നമ്മളെ വീണ്ടെടുത്തത് കളയുവാൻ വേണ്ടിയല്ല, നമ്മളെ കൈവിട്ട് കളയാൻ വേണ്ടിയല്ല, നമ്മളെ ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയല്ല, പിന്നെയോ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രയാസം ജീവിതത്തിൽ വന്നാലും പറഞ്ഞു, എന്നെ കൈവിടുന്ന കർത്താവല്ല, എന്നെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, എന്നെ ഉപേക്ഷിച്ച് കളയുന്ന കർത്താവല്ല, എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വെള്ളമായാൽ എന്നെ മൂടുകയില്ല, അഗ്നിയായാൽ എന്നെ ദഹിപ്പിക്കത്തില്ല. അർത്ഥം, ഏത് പ്രശ്നം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതൊന്നും എന്നെ യേശുവാൻ സമ്മതിക്കത്തില്ല. ഇത് നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ വായു തുറന്ന് നമ്മൾ പറയണം, നമ്മൾ പ്രഖ്യാപിക്കണം. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും അതെന്നെ തൊടാതെ എൻ്റെ കർത്താവ് എന്നെ സൂക്ഷിക്കും. ആമേൻ. അത് നോക്കിയേ, ദാനിയേലിന്റെ പുസ്തകത്തിലെ 3 ചെറുപ്പക്കാരന്മാർ, അവർ അഗ്നികുണ്ഡത്തിൽ വീണ് കിടക്കുക. പക്ഷെ അഗ്നിക്ക് അവരെ ദഹിപ്പിക്കാൻ കഴിഞ്ഞു? ഇല്ല. അത് കർത്താവിൻ്റെ പ്ലാന്. അഗ്നിക്കകത്ത് വീണു, പക്ഷേ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിക്കുക, അയ്യോ ഈ പ്രശ്നം എന്നെ മുക്കിക്കളയും, ഈ പ്രയാസം എന്നെ തകർത്ത് കളയും. നോ നോ നോ, നിങ്ങളെ തകർക്കത്തില്ല, നിങ്ങളെ മുക്കിക്കളയത്തില്ല. കാരണം സൂപ്പർ നാച്ചുറൽ പ്രോമിസ് നമുക്കുണ്ട്. അവൻ വെള്ളം നിങ്ങളെ മൂടാതെ, അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കാതെ, സർവശക്തനായ ദൈവം നിങ്ങളെ പരിപാലിക്കുമെന്ന് നമുക്ക് അവൻ സൂപ്പർ നാച്ചുറൽ വാഗ്ദത്തമുള്ളപ്പോൾ ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഹേ പ്രശ്നമേ, ഈ വാഗ്ദത്തം കേട്ടോ, ഇതിനൊന്നും എന്നെ മുക്കിക്കളയുവാനോ എന്നെ ദഹിപ്പിച്ച് കളയുവാനോ കഴിയത്തില്ല. കാരണം എൻ്റെ ദൈവം സർവശക്തനാ. എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ മെടഞ്ഞുണ്ടാക്കിയവൻ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ച് ഇട്ട ദൈവം ഒരു കാരണവശാലും എന്നെ കൈവിടുകയില്ല. എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ കൈവിടുകയില്ല. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് എന്നെ കൈവിടുകയില്ല. ഇത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ഏത് പ്രശ്നത്തെ നോക്കിയിട്ടും ധൈര്യത്തോടെ പറയണം, അവൻ, ഞാൻ വെള്ളത്തിൽ കൂടെ കടന്നാൽ അവൻ എന്നോട് കൂടെയിരിക്കും. ഞാൻ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ എൻ്റെ മീതെ കവിയുകയില്ല. ഞാൻ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല എന്നെ ദഹിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇത് നിങ്ങൾ എഴുതി വെച്ച് ഉറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ പ്രയാസത്തിൻ്റെ മുമ്പിൽ, പ്രശ്നത്തിന് മുമ്പിൽ ധൈര്യത്തോടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ സദാ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഒരു അഗ്നിജ്വാലയ്ക്കും ഒരു വെള്ളത്തിനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ധൈര്യമായിട്ട് മുന്നേറിയാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.